നമസ്കാരം. UAE-യിൽ മഴക്കെടുതി രൂക്ഷം. കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. റാസ് അൽ ഖൈമയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരാൾ മരിച്ചു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതിനാൽ ദുബൈയിൽ നിന്നുള്ള ഫ്ലൈ ദുബൈ വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ന് ഉച്ചവരെ UAE-യുടെ പല ഭാഗങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 1949-ൽ മഴ വിവരങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയ്ക്കാണ് UAE ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. അൽ ഐനിലെ ഖത്തുമ്മൽ ഷഖ്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. റാസ് അൽ ഖൈമയിലെ വാദി ഇസ്ഫാനിയിലാണ് മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി 40 വയസ്സുകാരനായ UAE സ്വദേശി മരിച്ചത്. റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഇന്നലെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. 45-ലേറെ വിമാനങ്ങൾ റദ്ദാക്കി. ദുബൈയിലേക്ക് വരുന്ന മുഴുവൻ വിമാനങ്ങളും കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ സമീപ എയർപോർട്ടുകളിലേക്ക് തിരിച്ചുവിടുകയാണ്. ദുബൈയിൽ നിന്നുള്ള ഫ്ലൈ ദുബൈയുടെ ഇന്നലത്തെ മുഴുവൻ സർവീസുകളും റദ്ദാക്കി. ഇന്ന് രാവിലെ 10 വരെയുള്ള സർവീസുകളെയും ഇത് ബാധിച്ചേക്കുമെന്നാണ് സൂചന. അബുദാബി, ദുബൈ, ഷാർജ, അജ്മാൻ, റാസ് അൽ ഖൈമ, അൽ ഐൻ തുടങ്ങി മിക്ക UAE നഗരങ്ങളും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുബൈ മെട്രോ സർവീസുകൾ പലതും റദ്ദാക്കി. റെഡ് ലൈനിൽ UAE എക്സ്ചേഞ്ച് മുതൽ ഇന്റർനെറ്റ് സിറ്റി വരെയുള്ള സർവീസ് നിലച്ചുവെന്ന് RTO അറിയിച്ചു. 7 എമിറേറ്റുകളിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. പ്രധാന ഹൈവേയായ ഷൈഖ് സായിദ് റോഡിൽ വെള്ളം കയറിയതിനാൽ യാത്രയ്ക്ക് മറ്റ് ഹൈവേകൾ തിരഞ്ഞെടുക്കണമെന്ന് RTA അറിയിച്ചു. സ്കൂളുകളിൽ ഇന്നും ഓൺലൈൻ പഠനം തുടരും. സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും റോഡുകൾ തകർന്നു, കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടു. മേൽക്കൂര തകർന്ന് ബഹുനില കെട്ടിടങ്ങൾ വരെ ചോർന്നൊലിച്ചു. വെള്ളക്കെട്ടിൽ കുടുങ്ങി 100 കണക്കിന് വാഹനങ്ങൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ഇന്ന് വടക്ക് കിഴക്കൻ എമിറേറ്റുകളിൽ മഴ തുടരും. ഉച്ചയോടെ മഴ ശമിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി UAE-ക്ക് പുറമെ ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, സൗദി എന്നിവിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു.